ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പം നമ്മൾ ഇന്നത്തെ വീണ്ടും ഗതാഗതമായിട്ട് തന്നെ വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ അടുപ്പിച്ചിട്ട് കുറച്ച് ആ പോർഷൻ മൊത്തം തീർക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും അടുപ്പിച്ചിട്ട് അതേ തന്നെ എടുത്തിട്ട് പോകുന്നത്. റോഡ് ഗതാഗതം കഴിഞ്ഞു, റെയിൽ ഗതാഗതം കഴിഞ്ഞു, ജലഗതാഗതം കഴിഞ്ഞു, ഇനി വ്യോമയാനം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ആ ടോപ്പിക്ക് തന്നെ തീരും. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അതിൽ കുറച്ച് കൊടുത്തിട്ടുള്ളൂ, പക്ഷെ നമുക്കത് മാത്രം പഠിച്ചാൽ പോരാ. അതുകൊണ്ടാണ് നമ്മൾ നീണ്ടു പോകുന്നത്. ഇത്രയും ക്ലാസ് നീണ്ടു പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് പഠിക്കാനുള്ളതുകൊണ്ടാണ്. ഓക്കെ, നമുക്കപ്പോൾ ഇനി വ്യോമയാനത്തിലേക്കും കൂടി പോവുക. വ്യോമഗതാഗതം, അപ്പോൾ അതെന്താണെന്ന് നോക്കാം. വ്യോമഗതാഗതം ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അത് വായിച്ചതിന് ശേഷം പോവാം. ഫ്രാൻസിലെ ഒരു കടലാസ് ഫാക്ടറി ഉടമയായിരുന്ന ജാക്യൂസ് മൗണ്ട് ഗോൾഫിയർ നനഞ്ഞ വസ്ത്രം പെട്ടെന്ന് ഉണങ്ങാനായി തൂക്കിയിട്ടിരിക്കുന്ന വസ്ത്രത്തിന് താഴെ തീ കൂട്ടി കത്തിക്കുകയായിരുന്ന ജാക്സിൻ്റെ ഭാര്യ. ഉണങ്ങാൻ ഇട്ടിരുന്ന വസ്ത്രം ആകാശത്തേക്ക് പറന്നുയരുന്നത് അദ്ദേഹത്തിന് അതിശയം ഉളവാക്കി. ആ കാഴ്ച ജാക്സിനെ ഏറെ ചിന്തിപ്പിച്ചു. പിന്നീട് ദിവസങ്ങൾ അദ്ദേഹത്തിന് വിശ്രമമുണ്ടായിരുന്നില്ല. തൻ്റെ സഹോദരനായിരുന്ന ജോസഫ് മോൺ ഗോൾഫിയറുമായി ചേർന്ന് ജാക്കിസ് ഒരു കൂറ്റൻ ബലൂണുണ്ടാക്കി. ചൂടുവായു നിറച്ച ആ ബലൂൺ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുകളിലേക്ക് ഉയർന്നു. അതിനുശേഷം ബലൂണിൻ്റെ കീഴ്ഭാഗത്ത് കുട്ട വെച്ച് പിടിപ്പിച്ച് സ്വന്തം വീട്ടിലെ കോഴി, താറാവ് എന്നിവയെ യാത്രക്കാരാക്കി. തുടർന്ന് ജാക്കിസും ജോസഫും ആ ബലൂൺ വാഹനത്തിൽ പാരീസ് നഗരത്തിലൂടെ മുകളിലൂടെ അരമണിക്കൂർ പറന്നു. ഇതാണ് തുടക്കമായിട്ട് പറയുന്നത്. എയർ ബലൂണിൻ്റെ തുടക്കമായിട്ട്, ഹോട്ട് എയർ ബലൂണിൻ്റെ തുടക്കമായിട്ട് പറയുന്നത്. 1783 ഈ സംഭവമാണ് പിന്നീട് ആകാശയാത്രകൾക്ക് തുടക്കമിട്ടത്. ചൂടുവായു നിറച്ച ബലൂണുകളാണ് മനുഷ്യർക്ക് ആകാശ യാത്രക്ക് ആദ്യമായി ഉപയോഗിച്ചത്. അതിനുശേഷം സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ വലിയ ബലൂണുകളിൽ നിറച്ച് ആകാശ കപ്പലുകൾ നിർമ്മിച്ചു. തുടർന്ന് വേഗത കുറച്ച് താഴെയെത്താൻ സഹായിക്കുന്ന പാരച്യൂട്ടുകൾ കണ്ടുപിടിച്ചു. എന്നാൽ ഇവയൊന്നും മനുഷ്യർക്ക് സൗകര്യപ്രദമായി നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നത്തെ വിമാനത്തിൻ്റെ ആദ്യ രൂപം എന്ന് പറയാവുന്ന തരത്തിൽ വിമാനം നിർമ്മിച്ചത് അമേരിക്കക്കാരായ ഓർവിൻ റൈറ്റ്, വിൽബൺ റൈറ്റ് എന്നീ സഹോദരന്മാരാണ്. അതായത് റൈറ്റ് സഹോദരന്മാർ. അപ്പോൾ വിമാനം നിർമ്മിച്ചത് ഓർവിൻ റൈറ്റ്, വിൽബൺ റൈറ്റ് എന്നീ റൈറ്റ് സഹോദരന്മാരാണ്. ഇവർ നിർമ്മിച്ച വിമാനത്തിൻ്റെ പേര് ഫ്ലയർ 1 എന്നായിരുന്നു. അമേരിക്കയിലെ നോർത്ത് കരോലീനയിൽ നിന്ന് 1903 ഡിസംബർ 17 ഫ്ലയർ 1 പറന്നുയർന്നത്. 1903 ഡിസംബർ 17 ഫ്ലയർ 1 റൈറ്റ് സഹോദരന്മാർ. ഇമ്പോർട്ടൻസ്: കാലക്രമേണ ഹെലികോപ്റ്റർ, ജെറ്റ് വിമാനം, യാത്രാവിമാനം, സൂപ്പർസോണിക് വിമാനങ്ങൾ എന്നിവ നിർമ്മിക്കാൻ മനുഷ്യർക്ക് സാധിച്ചു. രാജ്യത്തിന് അകത്തും പുറത്തും ദീർഘദൂര യാത്രകൾക്കായി വളരെയേറെ പ്രയോജനപ്പെടുത്തുന്ന ഒരു യാത്രാമാർഗമാണ് വ്യോമഗതാഗതം. ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനവും ഇത് തന്നെയാണ്. സൈനിക ആവശ്യങ്ങൾക്കായും വ്യോമഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നു. ഇന്ത്യയിലെ വ്യോമഗതാഗതം 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത്. 1911 അലഹബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം പറന്നുയർന്നതോടെയായിരുന്നു ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. എപ്പോഴാണ്? 1911 അലഹാബാദിൽ നിന്ന് എവിടേക്ക്? 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്കാണ് കേട്ടോ. ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത് അന്നാണ്. 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി. ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള യാത്രാവിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലൊക്കെ സർവീസ് നടത്തിയത് 1912 ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തി. അപ്പോൾ ടാറ്റ എയർലൈൻസിൻ്റെ ആദ്യ സർവീസ് 1932 കറാച്ചി മുതൽ മുംബൈ വരെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജുഹൂലാണ്. ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം ഏതാണ്? മുംബൈയിലെ ജുഹൂലാണ്. ലോകത്തിലെ ഏറ്റവും വിപുലമായ വ്യോമഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ ഇന്ന് മാറിയിരിക്കുന്നു. ഇപ്പോൾ വ്യോമഗതാഗതത്തിൻ്റെ പ്രത്യേകത എന്താണ് പറഞ്ഞാൽ നമുക്ക് ദൂരപ്രദേശങ്ങളിലും ദൂര രാജ്യങ്ങൾക്കും കൂടി വേഗത്തിൽ എത്താൻ കഴിയുന്നു. അതായത് നമ്മൾ കപ്പലിൽ പോകുന്നതിൻ്റെയോ വേറെ ഏതെങ്കിലും മാർഗം സ്വീകരിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് അവിടേക്ക് എത്താൻ സഹായിക്കും. മറ്റ് രാജ്യങ്ങളുമായി നമ്മളെ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നു.
അതുപോലെ ഇത് നമ്മൾ എന്തിനാണ് പ്രതിരോധത്തിന് യൂസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഈ വ്യോമഗതാഗതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത് ആരാണെന്ന് നമ്മൾ പറഞ്ഞത് ബ്രിട്ടീഷുകാരനാണെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത് എപ്പോഴാണെന്നാണ് പറഞ്ഞത് 1911 ഇന്ത്യയിൽ വ്യോമഗതാഗതം. അത് ആ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. 1911 ഇന്ത്യയിൽ അലഹബാദിൽ നിന്നും ആദ്യത്തെ വ്യോമഗതാഗതം. 1912 ഇന്ത്യയിൽ നിന്ന് ലണ്ടനിലേക്കും തിരിച്ചുള്ള വിമാന സർവീസ് നടത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിലേക്ക് വിമാന സർവീസ് നടത്തിയ ആദ്യ വിമാന കമ്പനി ആരാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ ഇമ്പീരിയൽ എയർലൈൻസ് ആണ് ആദ്യ വിമാന കമ്പനി എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവ് ആരാണെന്നാണ് പറഞ്ഞത് JRD ടാറ്റയാണ് ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിനാണ് ആദ്യമായി പൈലറ്റ് ലൈസൻസ് ലഭിച്ചതും അദ്ദേഹത്തിന് തന്നെയാണ്. JRD ടാറ്റയ്ക്ക് തന്നെയാണ് ഇന്ത്യയിൽ ആദ്യമായി വിമാന ലൈസൻസ് ലഭിച്ചതും. ബോംബെയിൽ നിന്ന് കറാച്ചി വരെയുള്ള 1932 വിമാന സർവീസ് JRD ടാറ്റ നടത്തി. ഇതൊക്കെ ടെക്സ്റ്റിൽ ആ ഡേറ്റുകൾ തന്നിട്ടുണ്ട്. 1932 തന്നിട്ടുണ്ട്, 1911 തന്നിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിൽ നിന്നും എവിടേക്ക് യാത്ര പോയത് ലണ്ടനിലേക്കും തിരിച്ചും വന്നതിൻ്റെ 1912 ടെക്സ്റ്റ് ബുക്കിൽ തന്ന വർഷങ്ങളാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയി ഓർത്ത് വെക്കുക. ഇന്ത്യയിലെ ആദ്യ എയറോസ്പേസ് കമ്പനിയായ ടാറ്റ എയർലൈൻസ് JRD ടാറ്റയാണ് ആരംഭിച്ചത്. അപ്പോൾ JRD ടാറ്റയാണ് എന്താ ആരംഭിച്ചത്? ടാറ്റ എയർലൈൻസ് ആരംഭിച്ചത്. ടാറ്റ എയർലൈൻസ് എയർ ഇന്ത്യയായി മാറിയത് ടാറ്റ എയർലൈൻസ് എന്തായി മാറി? എയർ ഇന്ത്യ ആയി മാറിയത് 1946 ടാറ്റ എയർലൈൻസ് എന്തായി മാറിയത്? എയർ ഇന്ത്യയായി മാറിയത്. സുരക്ഷിതവും കാര്യക്ഷമവുമായ വ്യോമഗതാഗതവും വ്യോമയാന വാർത്താവിനിമയവും ഒരുക്കുന്നതിനുള്ള ചുമതല ആർക്കാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് ആർക്കാണ്? AAIക്കാണ് അതിനുള്ള ചുമതല എന്ന് പറയുന്നത്. 1994 എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഈ AAI നിലവിൽ വന്നത്. 1994 എയർപോർട്ട് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഇത് നിലവിൽ വന്നത്. AAI സ്ഥാപിതമായത് എന്നാണ് ചോദിച്ചു പറഞ്ഞാൽ 1995 ഏപ്രിൽ 1 അത് സ്ഥാപിതമായത്. സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ AAI എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത്. ഈ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചു പറഞ്ഞാൽ ന്യൂഡൽഹിയിലെ രാജീവ് ഗാന്ധി ഭവനാണ് ഈ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനമായി വരുന്നത്. അപ്പോൾ വിമാനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് ബോക്സസ് പഠിക്കാറുണ്ട് അല്ലേ. ഏതൊക്കെ ബോക്സസ് ആണ് പഠിക്കുക? ഓറഞ്ച് കളറിൻ്റെ പഠിക്കാറുണ്ട്, അതുപോലെ ബ്ലാക്ക് ബോക്സ് പറയാറുണ്ട്. അതെന്താണ് അതൊക്കെ എന്നും കൂടെ നമുക്ക് നോക്കാം. റെക്കോർഡുകൾ അടങ്ങിയ 2 വലിയ മെറ്റാലിക് ബോക്സസുകളാണ് ബ്ലാക്ക് ബോക്സസുകൾ എന്ന് പറയുന്നത്. ഒന്ന് മുന്നിലും ഉണ്ടാവും, അതുപോലെ ഒന്ന് പിന്നിലും ഉണ്ടാവും. അതുപോലെ റെക്കോർഡുകൾ ഒരു യാത്രയെക്കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ വിമാന അപകടത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളും ഈ ബ്ലാക്ക് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട് തന്നെ എന്താണ് അപകടത്തിന് കാരണമെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യും. അതുപോലെ വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറമാണ് ഈ ഓറഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ വിമാനത്തിലെ ബോക്സാണ് ബ്ലാക്ക് ബോക്സ് എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിൽ അതിൻ്റെ കളറ് എന്ന് പറയുന്നത് എന്താണ്? ഓറഞ്ച് കളറാണ്. ബ്ലാക്ക് ബോക്സിൻ്റെ കളർ എന്ത് കളറാണ്? ഓറഞ്ച് കളറാണ് ഉള്ളത്. അപ്പോൾ ബ്ലാക്ക് ബോക്സ് ഫ്രണ്ടിലും പിന്നിലും ബാക്കിലും ആയിട്ടുണ്ടാവും. വിമാന അപകടം എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അതിലെല്ലാ കാര്യങ്ങളും അതിലടങ്ങിയിട്ടുണ്ടാവും. അതിൻ്റെ നിറം എന്ന് പറയുന്നത് എന്താണ്? ഓറഞ്ച് നിറമാണ്. ഈ ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഡേവിഡ് വാറനാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്ക് ഇന്ത്യയെക്കുറിച്ച് പഠിക്കും. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ടത് എന്താണ്? എയർ ഇന്ത്യയെക്കുറിച്ച് നോക്കാം. അന്തർദേശീയ തലത്തിൽ വിമാന സർവീസ് നടത്തുന്ന ഒരു എയർലൈൻസ് ആണ് എയർ ഇന്ത്യ എന്ന് പറയുന്നത്. എയർ ഇന്ത്യ ലിമിറ്റഡ് കമ്പനി നിലവിൽ വന്നത് 1946 ഇത് 1953 ദേശസാൽക്കരിക്കപ്പെട്ടു. ഇതിൻ്റെ ആസ്ഥാനം വരുന്നത് ന്യൂഡൽഹിയാണ്. എയർ ഇന്ത്യയുടെ ആദ്യ അന്താരാഷ്ട്ര സർവീസ് എന്ന് പറയുന്നത് ബോംബെ മുതൽ ലണ്ടൻ വരെയാണ്. 1948 അന്താരാഷ്ട്ര സർവീസ് കേട്ടോ. ഇതേ എയർ ഇന്ത്യ
ഇന്ത്യയിൽ 1960-ലാണ് ആദ്യ ജെറ്റ് വിമാന സർവീസ് തുടങ്ങിയത്. 2007 ഇന്ത്യൻ എയർലൈൻസ് എയർ ഇന്ത്യയിൽ ലയിച്ചിട്ട് നാഷണൽ ഏവിയേഷൻ കമ്പനി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആയി മാറുകയുണ്ടായി. നാഷണൽ ഏവിയേഷൻ കമ്പനി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആയിട്ട് മാറിയപ്പോൾ 2007 അങ്ങനെ മാറുകയുണ്ടായി. നാഷണൽ ഏവിയേഷൻ കമ്പനിയുടെ പുതിയ പേരെന്നാണ് ചോദിച്ചു പറഞ്ഞാൽ എയർ ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് നാഷണൽ ഏവിയേഷൻ കമ്പനിയുടെ പുതിയ പേര്. 2010-ലാണ് എയർ ഇന്ത്യ ലിമിറ്റഡ് എന്നാക്കി മാറ്റിയത്. എയർ ഇന്ത്യയിൽ തന്നെ പാഴ്സൽ സർവീസുകളും അതുപോലെ കാർഗോ സർവീസുകളും നടത്തി വരുന്നുണ്ട്. പാഴ്സൽ സർവീസും കാർഗോ സർവീസും. അതുപോലെ നമ്മൾ ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം പറഞ്ഞ പോലെ തന്നെ എയർ ഇന്ത്യയുടെ മുദ്രാവാക്യം എന്താണെന്ന് ചോദിച്ചാൽ യുവർ പാലസ് ഇൻ ദ സ്കൈ എന്നാണ്. യുവർ പാലസ് ഇൻ ദ സ്കൈ എന്നാണ് എയർ ഇന്ത്യയുടെ ഔദ്യോഗിക ചിഹ്നം. ചോദിച്ചു പറഞ്ഞാൽ കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലെ ചക്രമാണ്. എയർ ഇന്ത്യയുടെ ഔദ്യോഗിക ചിഹ്നം കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലെ ചക്രമാണ്. അതിന് പഴയ ചിഹ്നം എന്തായിരുന്നു ചോദിച്ചാൽ മഹാരാജയായിരുന്നു അതിൻ്റെ പഴയ ചിഹ്നമായിട്ടുണ്ടായിരുന്നത്. എയർ ഇന്ത്യയുടെ 3 വിഭാഗങ്ങളാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ്, എയർ ഇന്ത്യ കാർഗോ, എയർ ഇന്ത്യ റീജിയണൽ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ സർവീസ് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. ഇതിൻ്റെ ആസ്ഥാനം വരുന്നത് കൊച്ചിയിലാണ്. ഇതിൻ്റെ ആസ്ഥാനം എവിടെ വരുന്നത്? കൊച്ചിയിലാണ്. ഇത് നിലവിൽ വന്നത് 1953 ഓഗസ്റ്റ് 1-നാണ് ഇത് നിലവിൽ വന്നത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ലൈസൻസ് ലഭിച്ചത് JRD ടാറ്റയ്ക്കാണ് എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കണം, വനിതയ്ക്ക് ആർക്കാണ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ ആദ്യമായി ലൈസൻസ് ലഭിച്ച വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് ഊർമിളയാണ്. ഊർമിള കെ പരീഖിനാണ് ആദ്യമായി ലൈസൻസ് ലഭിച്ച വനിത എന്ന് പറയുന്നത്. യുദ്ധവിമാനം ഒറ്റയ്ക്ക് പറത്തിയ ആദ്യ ഇന്ത്യൻ വനിത ചോദിക്കുകയാണ് പറഞ്ഞാൽ അത് ആവണിയാണ്. ആവണി ചതുർവേദിയാണ് യുദ്ധവിമാനം ഒറ്റയ്ക്ക് പറത്തിയ ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ എയർലൈനാണ് ഇൻഡിഗോ. ഏറ്റവും വലിയ സ്വകാര്യ എയർലൈനാണ് ഇൻഡിഗോ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോസ്പേസ് കമ്പനി ഏതാണ്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് ആണ് ഏറ്റവും വലിയ എയ്റോസ്പേസ് കമ്പനിയായി വരുന്നത്. ഇന്ത്യൻ എയർലൈൻസിൻ്റെ ആദ്യ വിമാന പൈലറ്റ് വന്നിട്ട് ദുർബ ബാനർജി ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം എന്താ പറഞ്ഞത്? ഫസ്റ്റ് വന്നത് ടാറ്റ കമ്പനി ആയിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ 1947 പിന്നീട് അത് എയർ ഇന്ത്യയായി മാറിയെന്ന് പറഞ്ഞു. 1947 ഇന്ത്യയുടെ വ്യോമഗതാഗത മേഖലയിലേക്ക് ഇന്ത്യൻ നാഷണൽ എയർവേസ്, ടാറ്റ സൺസ് ലിമിറ്റഡ്, എയർ സർവീസ് ഓഫ് ഇന്ത്യ, ഡെക്കാൻ എയർവേസ് എന്നീ 4 കമ്പനികൾ കൂടി മുന്നോട്ട് വരികയുണ്ടായി. 1954 അത് 1951 ആയപ്പോൾ ഭാരത് എയർവേസ്, ഹിമാലയൻ ഏവിയേഷൻ ലിമിറ്റഡ്, എയർവേസ് ഇന്ത്യ, കലിംഗ എയർവേസ് എന്നിങ്ങനെ ഉള്ള 4 കമ്പനികൾ കൂടി മുന്നോട്ട് വരികയുണ്ടായി. 1953-ലാണ് വ്യോമഗതാഗതം ദേശസാൽക്കരിക്കപ്പെട്ടത്. അതിനുശേഷം എയർ ഇന്ത്യ ഇന്റർനാഷണൽ, ഇന്ത്യൻ എയർലൈൻസ് എന്നിങ്ങനെ 2 കോർപ്പറേഷനുകൾ രൂപീകൃതമായി. ഇന്ത്യൻ എയർലൈൻസിൻ്റെ ലോഗോ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിൽ നിന്ന് കടം കൊണ്ട നീലചക്രത്തിൻ്റെ ചിത്രമാണ് അതിലെ ലോഗോയായിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയ വിമാനത്താവളങ്ങൾ വേഗത്തിൽ പോയി നോക്കാം. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിൽ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഏറ്റവും നീളം കൂടിയ വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് പറയുന്നത്. അതെവിടെ സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യമായി കൊറോണ ടെസ്റ്റിംഗ് ഫെസിലിറ്റി നിലവിൽ വന്ന വിമാനത്താവളവും ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അതുകൂടാതെ തന്നെ കാർബൺ ന്യൂട്രൽ പദവി നേടിയ ഏഷ്യൻ പസഫിക് മേഖലയിലെ ആദ്യ വിമാനത്താവളം ചോദിച്ചാലും ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അടുത്തത് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഹൈദരാബാദിലാണ് അതുള്ളത്. കാർബൺ ന്യൂട്രൽ പദവി നേടിയ ഏഷ്യ പസഫിക് മേഖലയിലെ 2ാമത്തെ വിമാനത്താവളമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കാർബൺ ന്യൂട്രൽ പദവി നേടിയ ഏഷ്യയിലെ പസഫിക് മേഖലയിലെ ആദ്യ വിമാനത്താവളം ഇന്ദിരാഗാന്ധി വിമാനത്താവളമാണെന്ന് പറഞ്ഞു അല്ലേ. 2ാമത്തെ വിമാനത്താവളം ഏതാണ്? രാജീവ് ഗാന്ധി വിമാനത്താവളമാണ്. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് ഹൈദരാബാദിലാണെന്ന് പറഞ്ഞു. പിന്നെ ബാംഗ്ലൂരിലെ കെമ്പഗൌഡ വിമാനത്താവളം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ് കെമ്പഗൌഡ വിമാനത്താവളം എന്ന് പറയുന്നത്.
ആധാർ നമ്പർ ഉപയോഗിച്ച് ചെക്ക് ഇൻ ചെയ്യാൻ സാധിക്കുന്ന രാജ്യത്തിലെ ആദ്യ വിമാനത്താവളമാണ് കെമ്പഗൌഡ വിമാനത്താവളം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച 100ാമത്തെ വിമാനത്താവളമാണ് പാക്യോങ് എന്ന് പറയുന്നത്. സിക്കിമിലാണ് അതുള്ളത്, പാക്യോങ് വിമാനത്താവളം. അതുപോലെ തന്നെ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് കുറഞ്ഞ ചെലവിൽ വിമാനയാത്ര സാധ്യമാക്കുന്ന പദ്ധതിയാണ് ഉഡാൻ പദ്ധതി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഉഡാൻ പദ്ധതി എന്താണ്? ഇന്ത്യയിൽ ചെറുനഗരങ്ങളിലേക്ക് കുറഞ്ഞ ചെലവിൽ വിമാനയാത്ര സാധ്യമാക്കുന്ന പദ്ധതിയാണ് ഉഡാൻ പദ്ധതി എന്ന് പറയുന്നത്. അതുപോലെ സൗരോർജ്ജം ഉപയോഗിച്ച് പൂർണ്ണമായും പ്രവർത്തിക്കുന്ന എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ രാജ്യത്തെ ആദ്യ വിമാനത്താവളം ഏതാണ്? അത് പുതുച്ചേരിയാണ്. ഇന്ത്യയിൽ ആദ്യമായി കളർ കോഡഡ് മാപ്പ് വികസിപ്പിച്ചെടുത്തത് ജയ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ് കാസിം നസ്രുൽ ഇസ്ലാം എയർപോർട്ട്, ബംഗാളിലെ. അതുപോലെ തന്നെ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ യുറാൻ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് അമേഠിയിലാണ്, ഉത്തർപ്രദേശിലെ അമേഠിയിലാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും സഞ്ചരിക്കുന്നതിന് പ്രത്യേകമായി നിർമ്മിച്ച ബോയിങ് 777 വിമാനത്തിൻ്റെ പേരാണ് എയർ ഇന്ത്യ 1 എന്ന് പറയുന്നത്. ഉഡാൻ പദ്ധതി മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വിമാനത്താവളങ്ങളുടെ എല്ലാം പുതിയ പേരുകൾ, മാറ്റം വന്ന പേരുകളുണ്ട് അല്ലേ, അവ നോക്കാം. അതിനു മുമ്പ് നമുക്ക് കേരളത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. കേരളത്തിൽ ആദ്യമായി വിമാന സർവീസ് ആരംഭിച്ച കമ്പനി ഏതാണ്? കേരളത്തിൽ ആദ്യമായി വിമാന സർവീസ് ഏർപ്പെടുത്തിയ കമ്പനി എന്ന് പറയുന്നത് ടാറ്റ എയർലൈൻസ് ആണ്. 1935 കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിലുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കോഴിക്കോട്, കണ്ണൂർ എന്നിവ. തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കോഴിക്കോട്, കണ്ണൂർ എന്നിവ. തിരുവനന്തപുരം വിമാനത്താവളത്തിന് ആദ്യം എന്ത് പേരായിരുന്നു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്? VK കൃഷ്ണമേനോൻ വിമാനത്താവളം എന്നായിരുന്നു കൊടുക്കാൻ തീരുമാനിച്ചത്. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച വിമാനത്താവളമാണ് തിരുവനന്തപുരം വിമാനത്താവളം എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ അത് നടത്തിപ്പവകാശം നേടിയ കമ്പനി, സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നടത്തിപ്പവകാശം നേടിയത് ഏത് കമ്പനിയാണെന്ന് ചോദിച്ചാൽ അത് അദാനി കമ്പനിയാണ്. 1991 തിരുവനന്തപുരം വിമാനത്താവളത്തിന് അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന പദവി ലഭിച്ചത്. എന്നാൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ എയർപോർട്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നെടുമ്പാശ്ശേരി എയർപോർട്ടാണ്. അതിന് ഔദ്യോഗിക പേര് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്നാണ്. സമ്പൂർണ്ണമായി സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാണ് കൊച്ചിൻ വിമാനത്താവളം എന്ന് പറയപ്പെടുന്നത്. അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന പദവി ലഭിച്ചത് 1999 അടുത്തത് കോഴിക്കോട് വിമാനത്താവളം. കോഴിക്കോട് വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് കരിപ്പൂർ വിമാനത്താവളം എന്ന് പറയുന്നത്. അതിന് അന്താരാഷ്ട്ര പദവി ലഭിച്ചത് എപ്പോഴാണ്? 2006 ഇതിന് അന്താരാഷ്ട്ര പദവി ലഭിച്ചത്. കേരളത്തിലെ 4ാമത്തെ വിമാനത്താവളമാണ് കണ്ണൂർ എന്ന് പറയുന്നത്. 4ാമത്തെ വിമാനത്താവളം ഏതാണ്? കണ്ണൂർ വിമാനത്താവളമാണ്. ഇത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്തുള്ള മൂർഖൻ പറമ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? പിണറായി വിജയനാണ്. കേരളത്തിലെ 5ാമത്തെ വിമാനത്താവളമായി നിർദ്ദേശിച്ചിട്ടുള്ളത് ശബരിമല വിമാനത്താവളത്തെയാണ്. ചെറുവള്ളി എസ്റ്റേറ്റിലെ ശബരിമല വിമാനത്താവളത്തെയാണ്. പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള കേരളത്തിലെ ഏക വിമാനത്താവളമാണ് കൊച്ചി വിമാനത്താവളം എന്ന് പറയുന്നത്. കൊച്ചി നാവിക വിമാനത്താവളം എന്ന് പറയുന്നത്. ഇനി വിമാനത്താവളങ്ങളുടെ പുതിയ പേരുകൾ നോക്കാം. പോർട്ട് ബ്ലെയർ വിമാനത്താവളം. പോർട്ട് ബ്ലെയർ എവിടെയുള്ളത്? ആൻഡമാൻ നിക്കോബാറിലെ. അതിൻ്റെ വിമാനത്താവളത്തിൻ്റെ പേര് പിന്നീട് എന്തായി മാറ്റി എന്നാണ് പറയുന്നത്? വീർ സവർക്കർ വിമാനത്താവളം എന്നാക്കി മാറ്റി. പോർട്ട് ബ്ലെയർ, വീർ സവർക്കർ. അതുപോലെ ആഗ്ര വിമാനത്താവളത്തിൻ്റെ പേരെന്താക്കി മാറ്റി? ദീൻ ദയാൽ ഉപാധ്യായ വിമാനത്താവളം എന്നാക്കി മാറ്റി. ദീൻ ദയാൽ ഉപാധ്യായ വിമാനത്താവളം എന്നാക്കി മാറ്റി. ഔറംഗാബാദ് വിമാനത്താവളം ഇമ്പോർട്ടൻ്റ് ആണ്. ഔറംഗാബാദ് വിമാനത്താവളം എന്താക്കി മാറ്റി? ഛത്രപതി സംഭാജി വിമാനത്താവളം എന്നാക്കി മാറ്റി. അഗർത്തല വിമാനത്താവളത്തെയാണ് മഹാരാജ ബീസ് വിക്രം വിമാനത്താവളം എന്നാക്കി മാറ്റിയത്. അതുപോലെ തന്നെ ഗോവ വിമാനത്താവളത്തിൻ്റെ പേര് മനോഹർ പരീക്കർ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നാക്കി മാറ്റി. ചണ്ഡീഗഡ് വിമാനത്താവളത്തിൻ്റെ പേര്
ഭഗത് സിംഗ് വിമാനത്താവളം എന്നും ഹിസാർ വിമാനത്താവളത്തിൻ്റെ പേര് മഹാരാജ അഗ്രസൻ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നുമാക്കി മാറ്റി. ജോളി ഗ്രാൻഡ് എയർപോർട്ട്, ഡെറാഡൂണിലെ ജോളി ഗ്രാൻഡ് എയർപോർട്ട് AB വാജ്പേയി വിമാനത്താവളം എന്നും ഡംഡം വിമാനത്താവളത്തിന് സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം എന്നും മാറ്റി. ഇതാണ് ഡംഡം വിമാനത്താവളത്തിന് എന്താക്കി മാറ്റി? സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം എന്നും ആക്കി മാറ്റി. അപ്പോൾ മറക്കരുത്, പോർട്ട് ബ്ലെയർ എന്നായി മാറ്റി വീർ സവർക്കർ വിമാനത്താവളം എന്നാക്കി മാറ്റി. ഔറംഗാബാദ് ഛത്രപതി സംഭാജി എന്നാക്കി. ആഗ്ര വിമാനത്താവളം ദീൻദയാൽ ഉപാധ്യായ എന്നാക്കി മാറ്റി. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. അഗത്തി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ലക്ഷദ്വീപിലാണ് അല്ലേ? ലക്ഷദ്വീപിലാണ് അഗത്തി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. സർദാർ പട്ടേൽ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഗോവയിലാണ് സർദാർ പട്ടേൽ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. രാജ ഝാൻസി അന്താരാഷ്ട്ര വിമാനത്താവളം അമൃത്സറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കണ്ട. കുറേ വിമാനത്താവളങ്ങളിലെ ഇമ്പോർട്ടൻ്റ് ആയ പേര് മാറ്റിയത് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വ്യോമഗതാഗതത്തിൽ പറയാനുള്ളത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ ആ വർഷങ്ങൾ നോക്കുക. അതുപോലെ തന്നെ 1903 ഫ്ലയർ 1 എന്നുള്ള വിമാനം, ആദ്യത്തെ വിമാനം പറന്നുയർന്നത് ഡിസംബർ 17 എന്നോർക്കുക. അതുപോലെ നമ്മുടെ റൈറ്റ്സ് ബ്രദേഴ്സിൻ്റെ പേരുകളും ഓർത്ത് വയ്ക്കുക. അതുപോലെ ഇന്ത്യൻ വ്യോമഗതാഗതം പറയുമ്പോൾ 1911 ആദ്യത്തെ വ്യോമഗതാഗതം നടത്തിയതും അതുപോലെ 1912 അന്താരാഷ്ട്ര വ്യോമഗതാഗതത്തെക്കുറിച്ചിട്ടും അതുപോലെ ആദ്യ വാണിജ്യ വിമാന കമ്പനിയായ 1932 ടാറ്റ എയർലൈൻസും പിന്നീട് അതെന്തായി മാറി? എയർ ഇന്ത്യയായി മാറി എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് അതിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ പോസ്റ്റൽ ഭാഗങ്ങളും കൂടിയാണ് ഇനി നോക്കാനുള്ളത്. പണ്ട് കാലങ്ങളിലൊക്കെ എന്തിനാണ് ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? മറ്റൊരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്കുള്ള സന്ദേശങ്ങളും കാര്യങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട്. അന്ന് ഉപയോഗിച്ചിരുന്നത് എങ്ങനെയൊക്കെയാണ്? നടന്നിട്ടും കുതിരകളെയും നായകളെ പക്ഷികളെയൊക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? അതുപോലെ തന്നെ രാജാക്കന്മാരാണെങ്കിൽ ഈ ചെണ്ടയിൽ കൊട്ടിയിട്ട് അറിയിക്കുന്ന രീതിയൊക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ അച്ചടി യന്ത്രങ്ങളൊക്കെ കണ്ടുപിടിച്ചതോടെയാണ് അവരെ സന്ദേശങ്ങൾ കത്തുകളും വാർത്തകളും സന്ദേശങ്ങളുമായിട്ട് കൈമാറി തുടങ്ങിയത്. അപ്പോൾ അച്ചടി വിദ്യ കണ്ടുപിടിച്ചതാരാണ്? അത് ചൈനീസുകാരാണ്. ആദ്യകാലത്ത് അച്ചടി യന്ത്രങ്ങൾ മരക്കട്ടകൾ ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ജർമ്മൻകാരനായ ഗുട്ടൻബർഗാണ് ഇരുമ്പ് ഉപയോഗിച്ചിട്ടുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത്. അച്ചടി യന്ത്രത്തിൻ്റെ വരവോടെ ആശയങ്ങളും വാർത്തകളും വേഗത്തിൽ പ്രചരിക്കാൻ അത് സഹായകമായി. നമ്മുടെ ഈ തപാൽ രംഗത്തിൻ്റെ കടന്നുവരവ് എന്ന് പറയുന്നത് ആശയവിനിമയം വേഗത്തിലാക്കാൻ സഹായിച്ചു. അതുപോലെ ഗതാഗത രംഗത്തുണ്ടായ പുരോഗതിയും ഇവയെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ടായി. അതിനുശേഷം ഇൻ്റർനെറ്റിൻ്റെയും അനുബന്ധ സേവനങ്ങളുടെയും കടന്നുവരവ് ആശയരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി. ഇനി ആശയവിനിമയ രീതികൾ തന്നെ 2 തരത്തിലുണ്ടെന്നാണ് പറയുന്നത്. വ്യക്തിഗത ആശയവിനിമയവും ബഹുജന ആശയവിനിമയവും. വ്യക്തിഗത ആശയവിനിമയത്തിന് ഉദാഹരണം എന്തൊക്കെയാണ്? ഇൻലാൻഡ്, ടെലഗ്രാഫ്, ടെലിഫോൺ, ഫാക്സ്, ഇൻ്റർനെറ്റ്, ഇമെയിൽ, മൊബൈൽ ഫോൺ എന്നിവയൊക്കെയാണ് വ്യക്തിഗത ആശയവിനിമയത്തിന് ഉദാഹരണം. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്നതിനാണ് ഈ വ്യക്തിഗത ആശയവിനിമയം ഉപയോഗിക്കുന്നുള്ളത്. ഇനി ബഹുജന ആശയവിനിമയമോ ഒരു സന്ദേശമോ ആശയമോ വലിയൊരു ജനവിഭാഗത്തിൽ എത്തിക്കുന്നതിനാണ് ബഹുജന ആശയവിനിമയം ഉപയോഗിക്കുന്നത്. ഉദാഹരണം പത്രമാധ്യമങ്ങൾ, റേഡിയോ, ടെലിവിഷൻ, സെമിനാർ, പൊതുയോഗം, തെരുവ് നാടകം എന്നിവയൊക്കെയാണ് അതിന് ഉള്ള ഉദാഹരണങ്ങൾ. ഇൻ്റർനെറ്റ് അധിഷ്ഠിത നൂതന ആശയവിനിമയ സാങ്കേതികവിദ്യ. ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണ് ഇൻ്റർനെറ്റ്. പലതരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ലഭിക്കുന്നു. ഇൻ്റർനെറ്റ് സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കുന്ന ചില നൂതന ആശയവിനിമയ സംവിധാനങ്ങളാണ് വീഡിയോ കോൺഫറൻസ്, ഇ-കൊമേഴ്സ്, ഇമെയിൽ, ടെലിമെഡിസിൻ എന്നിവ. വീഡിയോ കോൺഫറൻസ് എന്താണ്? അകലെയുള്ള സ്ഥലങ്ങളിലിരിക്കുന്ന ആളുകൾക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ കണ്ടുകൊണ്ട് സംസാരിക്കാനും ആശയം കൈമാറാനും സഹായിക്കുന്നു. ഇ-കൊമേഴ്സോ ഇൻ്റർനെറ്റ് സംവിധാനത്തിലൂടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള സംവിധാനമാണ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇമെയിൽ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കുകയും സ്വീകരിക്കുകയും ശേഖരിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ടെലിമെഡിസിൻ വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അകലെയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആരോഗ്യ രംഗത്ത് ഉപയോഗിക്കുന്നതാണ് ടെലിമെഡിസിൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഇത്രയും ഭാഗമാണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തപാലിനെ കുറിച്ച് ഒന്നുകൂടെ നോക്കാം. തപാൽ സ്റ്റാമ്പിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? റൗലറ്റ് ഹില്ലാണ് തപാൽ സ്റ്റാമ്പിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ലോകത്തിലെ ആദ്യത്തെ സ്റ്റാമ്പ് ഏതാണ്? പെന്നി ബ്ലാക്ക് ആണ്. രണ്ടാമത്തെ പെന്നി ബ്ലൂ. ലോകത്തെ ആദ്യത്തെ സ്റ്റാമ്പ് ഏതാണ്? പെന്നി ബ്ലാക്ക് ആണ്. അത് പുറത്തിറങ്ങിയത് 1840 1840 മെയ് 1 ഇനി സ്റ്റാമ്പുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഫിലാറ്റലി എന്നാണ് അറിയപ്പെടുന്നത്. സ്റ്റാമ്പുകളെ കുറിച്ചുള്ള പഠനം ഫിലാറ്റലി. പോസ്റ്റ് കാർഡുകളെ കുറിച്ചുള്ള പഠനം ഡെൽറ്റിയോളജി എന്നറിയപ്പെടുന്നു. ലോക തപാൽ ദിനം ഒക്ടോബർ 9. തപാൽ സ്റ്റാമ്പിന്റെ പിതാവ് റൗലറ്റ് ഹിൽ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിന്റെ പിതാവായി അറിയപ്പെടുന്ന ആരാണ്? HL തുല്യർ ആണ് അറിയപ്പെടുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സ്റ്റാമ്പ് പുറത്തിറങ്ങിയത് 1947 നവംബർ 21 നവംബർ 21 ദേശീയ പതാകയോടൊപ്പം ജയ് ഹിന്ദ് ആലേഖനം ചെയ്താണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സ്റ്റാമ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റാമ്പിലെ ചിത്രം വന്നിട്ട് അശോക സ്തംഭമായിരുന്നു. 1947 ഡിസംബർ 15. ആദ്യത്തെ സ്റ്റാമ്പ് 1947 നവംബർ 21. ഇന്ത്യൻ തപാൽ ദിനം എപ്പോഴാണ്? ഒക്ടോബർ 10 ഇന്ത്യൻ തപാൽ ദിനം എന്ന് പറയുന്നത്. ഒക്ടോബർ 10. ലോക തപാൽ ദിനം ഒക്ടോബർ 9. ഇന്ത്യൻ തപാൽ ദിനം ഒക്ടോബർ 10. ഇന്ത്യൻ സ്റ്റാമ്പിൽ ഉപയോഗിക്കുന്ന ഭാഷകൾ ഏതൊക്കെയാണ്? ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളാണ് ഇന്ത്യൻ സ്റ്റാമ്പിൽ ഉപയോഗിക്കുന്ന ഭാഷകൾ. ഈ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്ന സ്ഥലം നാസിക് ആണ്. അച്ചടിക്കുന്ന സ്ഥലം ഏതാണ്? നാസിക് ആണ്. ഖാദി സ്റ്റാമ്പ് പുറത്തിറക്കിയ ലോകത്തിലെ ആദ്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. നാഷണൽ ഫിലാറ്റലി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. നമ്മൾ പറഞ്ഞ ഫിലാറ്റലി എന്ന് പറഞ്ഞ സ്റ്റാമ്പിനെ കുറിച്ചുള്ള പഠനമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ US പോസ്റ്റൽ സർവീസ് ഫോറെവർ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യാൻ തീരുമാനിച്ച ഇന്ത്യയുടെ ഉത്സവമാണ് ദീപാവലി എന്ന് പറയുന്നതാണ്. ദീപാവലി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആകെ 23 പോസ്റ്റൽ സർക്കിളുകളും 9 പോസ്റ്റൽ റീജിയനുകളുമാണ് ഉള്ളത്. ഒരു പോസ്റ്റ് ഓഫീസിന്റെ പരിധി എന്ന് പറയുന്നത് 7.68 ചതുരശ്ര കിലോമീറ്റർ ആണ് ഒരു പോസ്റ്റ് ഓഫീസിന്റെ പരിധിയായി വരുന്നത്. കേരള പോസ്റ്റൽ സർക്കിൾ നിലവിൽ വന്ന 1961 ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ളത് എവിടെയാണ്? തൃശ്ശൂരിലാണ് ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ളത്. ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം ആരംഭിച്ച 1972 ഓഗസ്റ്റ് 15. അതുപോലെ പോസ്റ്റ് ഓഫീസ് വഴി ഭൂനികുതി അടക്കുന്ന സംവിധാനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഈ പോസ്റ്റൽ സർവീസ് ആരംഭിച്ചത് 2004 ഈ പോസ്റ്റൽ സർവീസ് ആരംഭിച്ചത്. 1886 കൊച്ചിയിലാണ് കേരളത്തെ ആദ്യ സ്പീഡ് പോസ്റ്റ് സെന്റർ സ്ഥാപിതമായത്. ഈ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലെ ഹിക്കിമാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് ന്യൂഡൽഹിയിലാണ്. 2013 മാർച്ച് 8 അത് സ്ഥാപിതമായത്. വിദേശ കത്തുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ പോസ്റ്റ് ഓഫീസാണ് കൊച്ചിയിലേത്. അത് കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മുടെ പിൻകോഡിലെ അക്കങ്ങൾ എന്തിനൊക്കെ പറയുന്നതെന്ന് നോക്കാം. ആദ്യ അക്കം പറയുന്നത് പോസ്റ്റൽ സോൺ ഏതാണെന്നാണ്. ആദ്യ അക്കം പറയുന്നത് ഏതാണ്? ഏത് പോസ്റ്റൽ സോൺ എന്നും. രണ്ടാമത്തെ അക്കം അതിൻ്റെ സബ് സോൺ ഏതാണെന്നും ഉപമേഖല ഏതാണെന്നും പറയുന്നു. മൂന്നാമത്തെ അക്കം പറയുന്നത് സോർട്ടിംഗ് ജില്ല, ഏത് ജില്ലയാണ് സോർട്ടിംഗ് ജില്ല ഏതാണെന്നും. നാലാമത്തെ അക്കം തപാൽ റൂട്ട് ഏതാണെന്നും. അഞ്ചാമത്തെ അക്കം പോസ്റ്റ് ഓഫീസ് ഏതാണെന്നും. അഞ്ചാമത്തെ അക്കം പറയുന്നത് പോസ്റ്റ് ഓഫീസ് ഏതെന്നാണ്. അപ്പോൾ ആദ്യ അക്കം പോസ്റ്റൽ സോൺ, രണ്ടാമത്തെ സബ് സോൺ, മൂന്നാമത്തെ സോർട്ടിംഗ് ജില്ല, നാലാമത്തെ തപാൽ റൂട്ട്, അഞ്ചാമത്തെ അക്കം പോസ്റ്റ് ഓഫീസ് ഏതാണെന്നാണ് പറയുന്നത്. ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യയുടെ ആദ്യ പോസ്റ്റ് ഓഫീസ് ഏതാണ്? അന്റാർട്ടിക്കയിലെ ദക്ഷിണ ഗംഗോത്രിയാണ്. ആദ്യ പോസ്റ്റ് ഓഫീസാണ് അന്റാർട്ടിക്കയിലെ ദക്ഷിണ ഗംഗോത്രി എന്നറിയപ്പെടുന്നത്. 1884 അത് ആരംഭിച്ചത്. ഇനി ആർമി പോസ്റ്റ് ഓഫീസ് ആരംഭിക്കുന്ന അക്കങ്ങൾ എത്ര എണ്ണമാണ്? 9 എണ്ണമാണ്. ആർമി പോസ്റ്റ് ഓഫീസ് ആരംഭിക്കുന്ന അക്കങ്ങൾ 9 എണ്ണമാണുള്ളത്. 9ാമത്തെ പോസ്റ്റൽ സോണായി കണക്കാക്കുന്ന സർവീസ് ആർമി പോസ്റ്റൽ സർവീസ് ആണ്. നമുക്കറിയാം 6 അക്കങ്ങൾ ഉൾപ്പെട്ടതാണല്ലോ പിൻകോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ അക്കം എന്നുള്ളത് ഫസ്റ്റ് പോസ്റ്റൽ സോണ്, പിന്നെ സബ് സോണ്, ജില്ല, തപാൽ റൂട്ട്, പോസ്റ്റ് ഓഫീസ് എന്നിവയൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. 6 അക്കങ്ങളിൽ ആദ്യത്തെ അക്കം എന്താണ്? വടക്ക്, തെക്ക്, പടിഞ്ഞാറ്, കിഴക്ക് എന്നിങ്ങനെ തപാൽ മേഖലയെ സൂചിപ്പിക്കുന്നതാണ്
ആദ്യ അക്കം 6 വരുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പിൻകോഡിൽ ആദ്യ അക്കം 6 വരുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ്, പുതുച്ചേരി എന്നിവ. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ്, പുതുച്ചേരി എന്നിവയാണ് പിൻകോഡിൽ 6 വരുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പെടുന്നത്. ഇന്ത്യയുടെ ആദ്യ പിൻകോഡ് 110001 പാർലമെന്റിന്റെ പിൻകോഡാണിത്. ഈ സ്റ്റാമ്പിംഗ് നടപ്പിലാക്കിയ ആദ്യ ഹൈക്കോടതി ഏതാണ്? രാജസ്ഥാൻ ഹൈക്കോടതിയാണ് ഈ സ്റ്റാമ്പിംഗ് പുറത്തിറക്കിയ ആദ്യ ഹൈക്കോടതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.